ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടുക്കള ജോലി വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തു തീർക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തലേന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങണം, എങ്കിലേ നമുക്ക് രാവിലെ വേഗം കുക്കിങ്ങൊക്കെ തുടങ്ങാൻ കഴിയുകയുള്ളൂ. അതിനായി നമ്മൾ തലേന്ന് തന്നെ കറിക്ക് വേണ്ട കഷ്ണങ്ങളും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലതും ഒരുക്കി വെക്കണം. ഇതുപോലെ എല്ലതും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കളയിൽ നിന്നും പോകാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ കോഴികളാണ്. രാവിലെ ഒരു 6-6:15 ആകുമ്പോഴേക്കും കോഴികളൊക്കെ വിടും. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് ഏട്ടന്. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. രാവിലെ കറിയൊക്കെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കാറ്. അതിന് പരിപ്പ് ആദ്യം അടുപ്പത്ത് വെച്ച് അതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതൊക്കെ ചെയ്തു പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ കഴിഞ്ഞ് നമുക്ക് വേറെയുള്ള ജോലികളിലേക്കൊക്കെ തിരിയാം. ഇത് പച്ചടിക്ക് വേണ്ട കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടിയാണത്. നിങ്ങൾ എത്ര പേര് കുമ്പളങ്ങ കൊണ്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട്? ഇനി അടുത്തത് ഞാൻ ദോശയ്ക്കുള്ള ഒരു മസാലക്കറിയാണ്. പൊട്ടാറ്റോ കൊണ്ടുള്ള അത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഒഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോഴേക്ക് തന്നെ ചായയുടെ വെള്ളമൊക്കെ തിളച്ചു. ഇങ്ങനെ ഓരോന്നായിട്ട് 2-3 അടുപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ജോലികളും വേഗം ചെയ്തു തീർക്കാം. ചായക്ക് വെള്ളം വെച്ച് അവിടെ നോക്കി നിന്ന് സമയം കളയേണ്ട ഒരു കാര്യമില്ല. അടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് വേഗം കൂട്ടാനുള്ള കഷ്ണങ്ങൾ വേവിക്കാനും ചോറ് വയ്ക്കാനും ഒക്കെ നമുക്ക് വേഗം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ തീർക്കാം. ജോലികളെല്ലാം തീർത്ത് അതിലെന്തിലേയും പോയി ഓരോന്നും പറഞ്ഞ് നടക്കാതെ നമുക്കായിട്ടുള്ള കുറേ സമയം നമ്മൾ കണ്ടെത്തണം. വെറുതെ ഓരോരുത്തർ നെഗറ്റീവ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഇടയിലൊക്കെ പോയി പെടാതെ നമ്മൾ പോസിറ്റീവായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയണം. എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം നമ്മുടെ ജീവിതം. അത് നമ്മളൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കാം. അപ്പം ഞാനീ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പാചകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുകയാണ്. പച്ചമുളകൊക്കെ ഇട്ടു. എപ്പോഴും നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മൾ ജീവിതത്തിൽ വീഴുമെന്ന് പേടിപ്പിച്ച് നമ്മൾ ബാക്കിലേക്ക് നിൽക്കരുത്. വീഴുമെന്ന് പേടിപ്പിക്കുന്നവരെ അല്ല, കൈ പിടിച്ച് നമ്മൾ ധൈര്യത്തോടെ കൂടെ നിൽക്കുന്നവരെ വേണം നമ്മൾ എല്ലാത്തിനും ഒപ്പം കൂട്ടാൻ. നമുക്ക് ധൈര്യം തരാൻ ആരാ ഒപ്പമുള്ളത് വെച്ചാൽ അവരെയാണ് നമ്മൾ എല്ലാ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കേണ്ടത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു വീഴ്ചയിലും അവരൊരു തണലായിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ദോശയിലേക്കുള്ള ഉരുളൻകിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, സവാളയൊക്കെ ഇട്ട് അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇതുകൊണ്ട് ഒരു പൊട്ടാറ്റോ മസാല ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഞാനിവിടെ കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ കുമ്പളങ്ങയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്കാക്കി പിന്നെ കുക്കറ് വേറെ കറി വെക്കാൻ വേണ്ടി എടുത്തു.
അപ്പോൾ ഒരു കുക്കറിൽ തന്നെ 1-2 കുക്കർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കാം. കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ മുരിങ്ങയുടെ ഇല കറിയായി. പൊട്ടറ്റോ വേവിക്കാൻ വെച്ചു, കുമ്പളങ്ങ വേവിച്ച് വെച്ചു. ഇനി അതിലേക്ക് അരപ്പ് പാരേ വേണ്ടു. കണ്ടോ, അപ്പോൾ 2-3 കറികൾ നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ ആയി. ഞാൻ ഇപ്പോൾ 6 മണിക്കാണ് തുടങ്ങിയിട്ടുള്ളൂ. 7-7:30 കൂടി എനിക്ക് എൻ്റെ പാചകമൊക്കെ തീർക്കാൻ കഴിഞ്ഞു. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തളർന്നിരുന്നാൽ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നമ്മൾ നിൽക്കരുത്. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളെ തന്നെ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ഇനി ഇതിലേക്കുള്ള ഉള്ളി കാച്ചിയെടുക്കുകയാണ്. നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഉണ്ടാക്കിയിട്ടില്ലേ, മുരിങ്ങേൻ്റെ ഇല കറി ഉണ്ടാക്കിയിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കാം. ഞാനിവിടെ ബീറ്റ്റൂട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റാണ് മീനൊക്കെ വറക്കാറുള്ളൂ. ഒരു ഉച്ച സമയത്തേക്കേ വറക്കാറുള്ളൂ. ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ മീനിനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ 2-3 കറികളായി. ഉപ്പേരി ഇവിടെ അടുപ്പത്തായി. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തലേന്നെല്ലാം പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാതും വേഗം വേഗം രാവിലെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ചെറിയ ഉള്ളി വറുത്ത് ഒഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് മുരിങ്ങേൻ്റെ ഇലയ്ക്ക്. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. ചെറിയ ഉള്ളി തന്നെ വേണം, സവാളയൊന്നും പറ്റില്ല. ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കറി മുരിങ്ങേൻ്റെ ഇല കൊണ്ടുള്ള കറിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള മസാലക്കറിയും ഒക്കെ ഇവിടെ റെഡിയായി. ഇനി പച്ചടിയിലേക്കുള്ള കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടി ഉണ്ടല്ലോ, അതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാണ്ട്. ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിതൊക്കെ ചെയ്ത് തീർത്തു. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക, അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ അണയ്ക്കേണ്ട കനലുകൾ നമ്മളിൽ തന്നെ അണയ്ക്കുക, അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചയും ഒക്കെ ഉണ്ടാവാൻ സാധിക്കും. കുക്കിങ്ങിനുള്ള സമയം, നമ്മൾ അടുക്കളയിലുള്ള ഈ സമയം കുറച്ചാൽ തന്നെ നമുക്ക് വീട്ടിൽ പുറത്തുള്ള ജോലികളിലും പിന്നെ കോഴി വളർത്താനാണെങ്കിലോ ചെടികളിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുക്കളയിൽ കൂടുതൽ സമയം ചിലവാക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒന്നിനും ടൈം കിട്ടാത്തത്. ഇപ്പോൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. മറ്റേത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെയൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്ക് ഇല്ലാതെയാവും. വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് സാധിക്കില്ല. അവരെ പഠിക്കണ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഒരു വീട്ടമ്മയ്ക്ക് വന്നു ചേരുകയാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ വേറെയുള്ള ഒരാളോട് പറഞ്ഞാലൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ, വേറൊരാൾ അതൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇവിടെ കുമ്പളങ്ങേൻ്റെ പച്ചടി ഇവിടെ റെഡിയായി. അതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്, കടുക് വറവിടുകയാണ്. ഇതിലേക്കുള്ള വറവ് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി, എന്നാൽ പിന്നെ ഒന്നിച്ച് വറവിടൽ അങ്ങനെ അങ്ങോട്ട് കഴിയും. ഓരോന്നിനായിട്ട് ടൈം കളയേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഈ കടുകും മുളകൊക്കെ തന്നെയല്ലേ വറവിടാനുള്ളത്. അപ്പോൾ ഒന്നിച്ചാണ്ട് വറവിട്ടാൽ ആ ഒന്നിച്ചാണ്ട് കഴിഞ്ഞ് കിട്ടും. പിന്നെ ലേശം പഞ്ചസാര ഇതിൽ ചേർക്കണം, അപ്പോഴാണ് അതിനൊരു ബാലൻസ് ചെയ്യുള്ളൂ. സാധാരണ പച്ചടി ഉണ്ടാക്കണ പോലെ തന്നെയാണ് തൈരും തേങ്ങയൊക്കെ അരച്ചിട്ട് പച്ചമുളകും കൂട്ടി അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. നമ്മൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കണ പോലെ തന്നെയാണ്
കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല, അതിലേക്ക് കുറച്ച് നാളികേരും പച്ചമുളകും കൂടി ചതച്ച് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിക്ക്. ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നോക്കിയിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഉരുളൻകിഴങ്ങിൻ്റെ പൊട്ടാറ്റോ മസാല ഇല്ലേ ദോശയ്ക്കുള്ള, അത് ഉണ്ടാക്കാനുള്ള ചട്ടി കഴുകി കൊണ്ടുവന്നതാണ്. ഒരു പാത്രം തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ നേരം കൊണ്ട് വേഗം കഴുകിയെടുക്കുക. വേറൊരു പാത്രം എടുക്കാതെ അത് തന്നെ കഴുകിയെടുത്താൽ വേഗം അത് തന്നെ ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊന്നും കണ്ടത് തിരയും തീരവും ഒക്കെ മാത്രമാണ്. അല്ലാതെ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ ആരപ്പോൾ കടൽ കണ്ടിട്ടുള്ളത്? നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ തിരയും തീരമൊക്കെ അല്ലേ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ കടൽ ആരും പോയി കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, ഉള്ളിലേക്കൊന്നും പോയി കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. നമ്മൾ ഓരോന്ന് കണ്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ പൊട്ടാറ്റോ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിക്കാം, ഈ കടുക് വറവിട്ടിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി നിൽക്കുക. അപ്പോഴൊന്ന് കുറുകി വരണത്, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊന്ന് കുറുക്കിയെടുത്തു. അപ്പോൾ നമ്മൾ മസാലക്കറി ഇല്ലേ, ഇത് എന്താണ് മസാല ദോശ ഉണ്ടാക്കില്ലേ, അതിൻ്റെ അത് ഒരു തന്നെയാണ്. അതിലേക്കുള്ള മസാല നമ്മൾ ഉണ്ടാക്കില്ലേ, അതുതന്നെയാണിത്. പക്ഷേ അത് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ ഉരുളൻകിഴങ്ങിൻ്റെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങും ഉള്ളി ഒരുമിച്ച് തന്നെ വേവിച്ചിട്ട് ഇങ്ങനെ കടുക് വറവിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു മസാലക്കറി റെഡിയാക്കി എടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ നല്ലൊരു സൗകര്യമായിട്ടുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. പിന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതതിൻ്റെ ഉള്ളിലിങ്ങനെ ഫില്ലിങ്ങായി വെച്ച മസാല ദോശയായിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇപ്പം എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കഴിഞ്ഞു. അങ്ങനെ നമുക്ക് 2 ജോലി തന്നെ ഒരുമിച്ച് ഇവിടെ ചെയ്ത് തീർത്തു. അപ്പം ഏട്ടന് രാവിലെ ചായയൊക്കെ കൊടുക്കുകയാണ് പെട്ടെന്ന്. ഏട്ടനൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. ഉരുളൻകിഴങ്ങും ഉള്ളിയും ഒക്കെ കുട്ടികൾക്കാണെങ്കിലും അതേ മസാല ദോശയായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ് അവർക്കൊക്കെ. ഇത് ഉരുളൻകിഴങ്ങിൻ്റെ പച്ചടി റെഡിയായി. മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി, മുരിങ്ങേൻ്റെ ഇല കൊണ്ടുള്ള കൂട്ടാൻ, ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി ഒക്കെ റെഡി ആയിരിക്കുന്നു രാവിലെ തന്നെ. പിന്നെ നെല്ലിക്കയുടെ അച്ചാർ, നാടൻ നെല്ലിക്കയാണ്, ഞങ്ങൾ വീട്ടിലുണ്ടായ നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ്. ദോശ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ, അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി തീർത്തു. ഇനിയിപ്പോൾ വേണ്ടവർക്ക് 10-11 മണിയാകുമ്പോൾ പിന്നെ ഒരു വിശപ്പാണ് എല്ലാവർക്കും. അപ്പോൾ പിന്നെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ എന്ന് കരുതി ഒന്നിച്ചുണ്ടാക്കി വെക്കും ഞാൻ അങ്ങോട്ട്. സ്കൂളുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കും. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും ഒക്കെ കഴിച്ച് തീർക്കും. അതൊക്കെ 10-11 മണിയാകുമ്പോൾ വന്ന് പിന്നെയും കഴിക്കും. കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പാണല്ലോ. ഈ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കണേക്കാളും നല്ലത് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡുകൾ കൊടുക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ അവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴച്ച് കൊടുക്കുക, കുഴക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊക്കെ കൊടുക്കുകയാണ് നല്ലത് ബേക്കറിയൊക്കെ കൊടുക്കണേക്കാളും. അത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം എപ്പോഴും. കാരണം ഈ മസാലയുടെയും ഒക്കെ ഒരു സ്മെല്ല് അടുക്കളയിൽ ഇങ്ങനെ ഉണ്ടാവും. വേഗം അപ്പം തന്നെയാണ് ക്ലീൻ ചെയ്താൽ ആ സ്മെല്ല് അടുക്കളയിൽ ഉണ്ടാവില്ല. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആവും ഉണ്ടാവുക. ഗ്യാസ് സ്റ്റവും ഒക്കെ വേഗം തുടച്ചിടുക. ആരെങ്കിലും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് കയറി വന്നാൽ അടുക്കളയ്ക്ക്
കയറി വരികയാണെങ്കിൽ വളരെ മോശമല്ലേ ഇങ്ങനെ ഇട്ട് കിടക്കുന്നത് കാണുമ്പോൾ. ഇത് ഞങ്ങളുടെ ഗോൾഡ് ഫിഷ് ബൗളിലിട്ടതാണ്. ഇനി നമുക്ക് പുറത്ത് കൂട്ടിയൊക്കെ പോയി നോക്കി വരാം. ഇത് സൈക്കിളൊക്കെ കഴുകി വെച്ചതാണ് ഇവർ. അപ്പോൾ മഴയാവുകൊണ്ട് സൈക്കിളിലൊക്കെ ഭയങ്കര ചളിയാണ്. ഞങ്ങൾ ലവ് ബേർഡ്സിനെ കണ്ടോ, ചെറിയ കുട്ടികളുണ്ട് ഇതിൽ, കണ്ടില്ലേ? 3 ചെറിയ കുട്ടികളുണ്ട്. നല്ല ക്യൂട്ടാണ് കാണാൻ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ലവ് ബേർഡ്സിനെ. ഈ സ്പിഞ്ചസിനെയും വാങ്ങണമെന്ന് പറയുന്നുണ്ട്. മുട്ട ഇടുന്നുണ്ട്, പെട്ടെന്ന് മുട്ടയിട്ട് വിരിയിക്കുന്നുണ്ട് ഇവർ. ചിലതൊക്കെ ചാവുകയാണ്, ഈ മുട്ടയൊക്കെ കെട്ട് പോകുന്നുണ്ട്, എന്താണ് മനസ്സിലാവുന്നില്ല. കുറേ മുട്ട അങ്ങനെ കേടുവന്ന് പോയി. റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? എന്തൊരു രസമാണല്ലേ. രാവിലെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഈ ചെടികളോടും പൂക്കളോടൊക്കെ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ പൂമ്പാറ്റകൾ വരും, തുമ്പികൾ വരും. നമുക്ക് ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്നൊരു പ്രഭാതമാണ് രാവിലത്തത്. കുറച്ച് നേരമെങ്കിലും നമ്മൾ അതിനായിട്ടൊക്കെ ഒന്ന് ചിലവാക്കുക. അപ്പോൾ നമ്മളെ മനസ്സിനെ ഒന്ന് റിലാക്സ് ആവും. എപ്പോഴും വീട്ടുജോലി ഇങ്ങനെ ചെയ്ത് നടക്കുമ്പോഴാണ് നമ്മളുടെ മാനസിക നിലയൊക്കെ തകരാറിലാവുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുന്നതൊക്കെ. നമ്മൾ പുറത്തിറങ്ങി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ തന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. ചെടികളൊക്കെ കുഴിച്ചിടുക, അതിലൊരു പൂവ് വിരിയുമ്പോൾ അതിനുള്ളൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യുക. ഒന്ന് പാട്ട് കേൾക്കാനാണെങ്കിൽ അത് ചെയ്യുക. എന്താ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗതി വെച്ചാൽ അതൊക്കെ കുറച്ച് ഒരു അരമണിക്കൂർ നേരെങ്കിലും നമ്മൾ അതിനായിട്ടൊക്കെ ഒന്ന് ചിലവാക്കുക. അപ്പോൾ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. എപ്പോഴും വീട്ടുജോലിയും കുട്ടികളെ പിറകെ ഓടിയിട്ടും നമ്മളാകെ ഇപ്പോൾ കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് ഫുൾ ടൈം കുട്ടികൾ വീട്ടിലുണ്ട്. ആർക്കും അങ്ങനെ ജോലിക്ക് പോവാത്തവരായിട്ടും കുറേ ആൾക്കാരുണ്ട്. ഒക്കെപ്പാടായിട്ട് നല്ല ടെൻഷനാണ് ഇപ്പോൾ എല്ലാവർക്കും. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീടിനകത്ത് ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രാഫ്റ്റ് വർക്കോ ഒക്കെ ചെയ്യുക. ചെറിയ കോഴിക്കുട്ടികൾ ഉണ്ടായതാണ്. 4 കോഴികളുണ്ട്. അതിലുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതിനകത്ത് പിടിച്ചിടലാണ്. കാരണം കാക്കയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടിനകത്ത് തന്നെ പിടിച്ചിടലാണ്. കുറച്ച് നേരം പുറത്തേക്ക് വിടും, അത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് തന്നെ പിടിച്ചിടും, കൂട്ടിനകത്തേക്ക് തന്നെ ആക്കും. വെള്ളം ഭക്ഷണമൊക്കെ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ വേറെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. അധികം എണ്ണ ഒന്നുമില്ല, ഓരോന്നിനും ഒരു 3-4 എണ്ണൊക്കെ ഉള്ളൂ. ഇതിന് സ്റ്റാർട്ടറൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സ്റ്റാർട്ടർ കൊടുക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ. വലിയവർക്കൊക്കെ ഫിനിഷറാണ് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നല്ലൊരു ആരോഗ്യമാണ് അവർക്ക്, പെട്ടെന്ന് തന്നെ വളരും ചെയ്യും. പിന്നെ അരിയും കോഴിത്തീറ്റയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് അരിയൊന്നും കൊടുക്കരുത്, അവർക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കോഴിക്കൂട് ഞങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ എപ്പോഴും പറയണത് തന്നെയാണ്. ആരും കമൻ്റ് ഒന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം.